ജെറുസലേം ആസ്ഥാനമായി ഫലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കും വരെ ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം ഉണ്ടാകില്ലെന്ന് ആവർത്തിച്ച സൗദി കിരീടാവകാശി. ശൂറ കൗൺസിൽ യോഗത്തിലാണ് കിരീടാവകാശി നിലപാട് ആവർത്തിച്ചത്. ഫലസ്തീനെ രാഷ്ട്രമായി അംഗീകരിച്ച രാജ്യങ്ങളെ അദ്ദേഹം അഭിനന്ദിച്ചു. സൗദിയിലെ ശൂറ കൗൺസിൽ യോഗത്തിലാണ് സൗദി കിരീടാവകാശി നിലപാട് വീണ്ടും വ്യക്തമാക്കിയത്. കിഴക്കൻ ജെറുസലേം ആസ്ഥാനമാക്കി ഫലസ്തീൻ രാഷ്ട്രം പിറക്കണം. അതുവരെ ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം സൗദി സ്ഥാപിക്കില്ല. وإدانتها شديد جرائم السلطة الاحتلال الإسرائيلية بحق الشعب الفلسطيني متجاهل القانون الدولي والإنساني في فصل جديد ومرير من المعاناة. ولن تتوقف المملكة عن عملها الدؤوب في سبيل قيام دولة فلسطينية مستقلة وعاصمتها القدس الشرقية. നിലവിൽ ഫലസ്തീനെ രാഷ്ട്രമായി അംഗീകരിച്ച രാജ്യങ്ങളെ അദ്ദേഹം അഭിനന്ദിച്ചു. ബാക്കിയുള്ള രാജ്യങ്ങളും ഇതേ വഴിയിൽ വരണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. ونتوجه بالشكر إلى الدول التي اعترفت بالدولة الفلسطينية تجسيدا للشرعية الدولية ونحث باقي الدول على القيام بخطوات مماثلة. ഫലസ്തീൻ പ്രശ്നം പരിഹരിക്കപ്പെടും വരെ സൗദി ഇതിനുള്ള ശ്രമം തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇസ്രയേൽ കയ്യേറ്റ ഭൂമിയിൽ നിന്നും പിൻവാങ്ങണമെന്ന UN പ്രമേയത്തെയും സൗദി സ്വാഗതം ചെയ്തു. US മധ്യസ്ഥതയിൽ ഇസ്രയേലുമായി നയതന്ത്ര ബന്ധത്തിന് സൗദിക്കുമേൽ USന്റെ സമ്മർദ്ദമുണ്ടായിരുന്നു. ഈ ചർച്ചകൾ അവസാന ഘട്ടത്തിലെത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഇസ്രയേൽ വംശഹത്യ തുടരുന്ന സാഹചര്യത്തിലാണ് സൗദി ഫലസ്തീൻ രാഷ്ട്രമെന്ന ഉപാധി ഇപ്പോൾ നിരന്തരം മുന്നോട്ട് വെക്കുന്നത്. ഇതോടെ ഇസ്രയേലും ചർച്ചയിൽ നിന്ന് പിൻവാങ്ങിയിട്ടുണ്ട്. അഫ്തബുർ റഹ്മാൻ, മീഡിയ 1, റിയാദ്.